ഇത് നമ്മുടെ ആൾക്കാർ, പ്രേക്ഷകർ, വായനക്കാർ, സാധാരണക്കാർക്ക് അറിയുന്നത് പോലെ ഇതൊരു ലളിതമായിട്ടുള്ള കാര്യമല്ല. ഇത് സർക്കാരും ഈ എയർലൈൻസ് കമ്പനിയും കൂടി ഒത്തുകളിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്ന് രണ്ട് കമ്പനികളും യഥാർത്ഥത്തിൽ യാത്രക്കാരെ കൊള്ളയിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് സംബന്ധിച്ച് ചില വിദഗ്ധരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്ത ഇൻഡിഗോ പോലും ഇതിൽ നിന്ന് വലിയ തുക സമ്പാദിക്കാൻ പോവുകയാണ്. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞയിടയ്ക്കാണ് ടാറ്റ 757 കോടി രൂപ BJPക്ക് സംഭാവന ചെയ്ത്. 757 കോടി രൂപ. അങ്ങനെ സംഭാവന ചെയ്ത ടാറ്റയുടെ ഒരു കമ്പനിക്ക് യാത്രക്കാരെ പിഴിഞ്ഞ് കോടാനുകോടി, ആയിരക്കണക്കിന് കോടി രൂപ ഉണ്ടാക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കിക്കൊടുത്തത്. ഇത് യഥാർത്ഥത്തിൽ സർക്കാർ ബോധപൂർവം ഈ എയർലൈൻ കമ്പനികളുമായിട്ട് ചേർന്ന് സൃഷ്ടിച്ച വലിയൊരു ആകാശ കൊള്ളയാണ്. ആ കൊള്ളയിലൂടെ സാധാരണക്കാരായ യാത്രക്കാർക്ക് കോടാനുകോടി രൂപ നഷ്ടം വന്നിരിക്കുന്നു. അവരുടെ ജീവിതം താളം തെറ്റിയിരിക്കുന്നു. ഇതേക്കുറിച്ച് ഒന്നിലോ സംയുക്ത പാർലമെന്ററി സമിതി അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതെ, ഇതിലെ ഒരു ജാഗ്രത കുറവ് ഉണ്ടായോ? പ്രത്യേകിച്ച് ഇങ്ങനെയൊരു മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻ പുറത്തിറങ്ങുമ്പോൾ കൂടിയാലോചനകളും ചർച്ചകളും വേണ്ടതല്ലേ? നിങ്ങൾ യഥാർത്ഥത്തിൽ, ഞാൻ ഈ ഒരു സിവിൽ ഏവിയേഷൻ മേഖലയായി ബന്ധപ്പെട്ട ഒരു പാർലമെന്ററി സമിതിയിൽ കുറച്ചുകാലം പ്രവർത്തിച്ചതാണ്. ഈ പൈലറ്റുമാർക്ക് വിശ്രമം, FDTL എന്ന് പറയുന്ന ആ നിബന്ധന 2024 ജനുവരിയിലാണ് പുറപ്പെടുവിച്ചത്. ജനുവരിയിൽ പുറപ്പെടുവിച്ചപ്പോൾ അത് ജൂണോട് കൂടിയിട്ട് ഇത് നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞത്. ഏകപക്ഷീയമായിട്ട് സർക്കാർ നീട്ടിക്കൊടുത്തുകൊണ്ടേയിരുന്നു. അതായത് പിന്നെ നവംബർ 1 വന്നു. 17 മാസമുണ്ടായിട്ടും ഈ വിമാന കമ്പനികൾ എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കാൻ DGCAയോ അല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയമോ ശ്രമിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ പൈലറ്റുമാർ റിക്രൂട്ട്മെന്റ് പോലും നടത്തിയിട്ടില്ല. അതായത് ഒരു വിമാന കമ്പനി പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഈ നിബന്ധന നടപ്പിലാക്കുന്നതെന്ന് അന്വേഷിക്കാനുള്ള ആ ആഫീസിൽ ഒരു ക്ലാർക്കിന് മനസ്സിലാകുന്ന കാര്യം പോലും ഇവർക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇത് ബോധപൂർവമല്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു ഡുവോപ്പൊളി ഉണ്ടെന്നുള്ള കാര്യം ഈ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും കാലാകാലമായി സർക്കാരിന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഡിഗോ എന്നുള്ള കമ്പനിക്ക് മാത്രം 62% മാർക്കറ്റ് ഷെയർ ഉള്ളത്. 62%. നിങ്ങൾ ഈ ലോകത്തെ മറ്റു രാജ്യങ്ങൾ നോക്കുക. ഇപ്പൊ ചൈന എടുക്കുക. ചൈനയാണല്ലോ പലപ്പോഴും ഇവർ പറയുന്ന കാര്യം. ചൈനയെ പോലും 3 എയർലൈൻ കമ്പനികൾ ഒരുമിച്ച് ചേർന്നാൽ പോലും 60% ഷെയറില്ല. ഇനി അമേരിക്കയിൽ ഒരു എയർലൈൻ കമ്പനിക്ക് പോലും 25% മേൽ മാർക്കറ്റ് ഷെയറില്ല. ബോധപൂർവം ഇവിടെ ഒരു ഡുവോപ്പൊളി സൃഷ്ടിച്ച ഈ ഗവൺമെന്റാണ് ഉത്തരം പറയേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആകസ്മികമായി സംഭവിച്ചതല്ല, ഇത് ബോധപൂർവം ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, 757 കോടി രൂപ ടാറ്റ BJPക്ക് തെരഞ്ഞെടുപ്പ് സംഭാവനയായി കൊടുത്തപ്പോൾ തന്നെ അവർക്ക് അതിന്റെ 10 മടങ്ങ് ഉണ്ടാക്കാനുള്ളൊരു അവസരം ഈ സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. യഥാർത്ഥത്തിൽ ഒരു ഗൂഢാലോചനയാണ് ഇത്. ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഈ കബളിപ്പിച്ചതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണവും നടപടിയും വേണം. അഹമ്മദാബാദ് സംഭവം ഉണ്ടായി. അഹമ്മദാബാദ് ക്രാഷിനെ കുറിച്ച് ഇതുവരെ എന്തെങ്കിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവിടെ ആ വിമാനം തകർന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്ന ഒരു മേഖലയായി നമ്മുടെ വ്യോമയാന രംഗം മാറി. ഇവിടെ GST സ്ലാബുകൾ താഴ്ത്തി ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു എന്ന് പറഞ്ഞു. നോക്കുക, ഈ ഏതാനും ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പോക്കറ്റിലുള്ള പണമാണ് അപഹരിച്ചിരിക്കുന്നത്. അതായത് അവർക്ക് ഒരു 2 വർഷം കൊണ്ട് കിട്ടുന്ന ആശ്വാസം ഒറ്റ ദിവസം കൊണ്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് വലിച്ചെടുക്കുന്ന വിദ്യയാണ് ഈ ഗൂഢാലോചന എന്ന് പറയുന്നത്. ഇനി കണ്ണൂർ എയർപോർട്ടിനെ കുറിച്ച് ഞങ്ങൾ എത്ര കാലമായി പറയുന്നു. ഈ കണ്ണൂർ എയർപോർട്ടിൽ പോയിന്റ് ഓഫ് കോൾ കൊടുക്കാത്തതിന്റെ കാരണം എന്താണ്? ഈ ഡുവോപ്പൊളി തന്നെ. ഈ 2 എയർലൈൻസുകൾക്കും, അതായത് ആ മേഖലയിൽ നിന്നുള്ള യാത്രക്കാരെ ചൂഷണം ചെയ്യാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് പോയിന്റ് ഓഫ് കോൾ കൊടുക്കാത്തത്. അതല്ലെങ്കിൽ ഓപ്പൺ സ്കൈ പ്രഖ്യാപിക്കുക, എന്നിട്ടൊരു പ്രത്യേക തലം വന്നു കഴിയുമ്പോൾ പറയാണ് അവിടെ വെച്ച് ഓപ്പൺ സ്കൈ അവസാനിക്കുക. ആകാശത്തിന് എന്തെങ്കിലും പരിമിതിയുണ്ടോ? നോക്കുക, എന്ത് വലിയ തട്ടിപ്പാണ് ഈ രംഗത്ത് നടക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് വ്യോമയാന രംഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ഒരു സംയുക്ത പാർലമെന്ററി സമിതിയോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനോ അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ ഈ വിമാന കമ്പനികൾക്ക് മേൽ കേന്ദ്ര സർക്കാരിന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി എന്നാണ്.
100%. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യേണ്ട ഒരാൾ, എന്റെയൊക്കെ യാത്ര എല്ലാം മാറ്റിവെച്ചു. എന്ന കാരണത്താൽ വിമാന സർവീസുകളിൽ നിർത്തലാക്കി, പലതും താളം തെറ്റി. ഒരാൾ ഒരു ടിക്കറ്റ് എടുത്തപ്പോൾ 98,000 രൂപയാണ്. 98,000 രൂപ. കേരളത്തിലേക്ക് ഒരു ടിക്കറ്റിന് നിരക്ക് 98,000 രൂപ. ഇനി നിങ്ങൾ നോക്കിക്കോളൂ. അതായത് ഇൻഡിഗോ സർവീസുകൾ സ്റ്റെബിലൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ പ്രതിസന്ധി ഉണ്ടാക്കിയ ഇൻഡിഗോ തന്നെ അവരുടെ ഓരോ സർവീസിനും സാധാരണഗതിയിൽ ചുമത്തിക്കൊണ്ടിരുന്ന നിരക്കിനേക്കാൾ 4 മടങ്ങ് ചുമത്തും. അതിനർത്ഥം എന്താണ്? വിമാനം ഓടിക്കാതെ തന്നെ, ചെലവിടാതെ തന്നെ, ഇന്ധനം കത്തിക്കാതെ തന്നെ, ആർക്കും പൈസ കൊടുക്കാതെ തന്നെ, ഹാൻഡ്ലിംഗ് ചാർജ് കൊടുക്കാതെ തന്നെ അവര് ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പുറമേക്ക് കാണിക്കുന്ന ആ ഒരു സംഖ്യയേക്കാൾ 10 മടങ്ങ് അവർ കൊള്ള ചെയ്യും. യഥാർത്ഥത്തിൽ ഇത് ആരെയാണ് ഇവർ കബളിപ്പിക്കുന്നത്? ഈ ഗവൺമെന്റ് ഒരു പ്രസ്താവന നടത്തിയോ? ഇന്നലെ പാർലമെന്റിൽ ഞങ്ങൾ പറഞ്ഞു, ഒരു പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക ഗവൺമെന്റ്? മുൻകാലങ്ങളിൽ ഒരു സ്വമേധയാ സ്യൂമോട്ടോ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് പാർലമെന്റിൽ വരും. രാജ്യസഭയിലാണ് സ്യൂമോട്ടോ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുന്നതെങ്കിൽ അംഗങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. അവരെ കൊണ്ട് തിരിഞ്ഞു നോക്കിയോ? എന്താണ് സംഭവിക്കുന്നത് പറയോ? ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ FDTL ഞങ്ങൾ പിൻവലിച്ചു, അതല്ലെങ്കിൽ ഇളവ് കൊടുത്തു എന്ന് വെച്ചാൽ ഒരു എയർലൈൻസ് വിചാരിച്ചാൽ, ഇനി വേറൊരു ആംഗിൾ നോക്കിയാൽ, ഒരു എയർലൈൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിനെ എന്ത് വേണം ചെയ്യിപ്പിക്കാം. പക്ഷെ ഇത് ഇവരെല്ലാം കൂടെ ഒത്തുകളിച്ചാന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ബാഹ്യ നിരീക്ഷണത്തിൽ നോക്കുമ്പോൾ എന്താണ്, ഇവർക്ക് 17 മാസം കിട്ടിയിട്ട് ഒരു പൈലറ്റിനെ പോലും അപ്പോയിന്റ് ചെയ്തില്ല. പൈലറ്റുമാരുടെ സംഘടന, ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരെന്താ പറയുന്നറിയോ? ഞങ്ങൾ വാൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? പുതിയ പൈലറ്റുമാരെ റിക്രൂട്ട് പോലും ചെയ്യുന്നില്ല. പുതിയ പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഈ പറയുന്ന പൈലറ്റുമാർക്ക് വിശ്രമം 2 ദിവസത്തെ അവധി ആഴ്ചയിൽ നൽകാൻ കഴിയുക എന്നുള്ള ഒരു സാധാരണഗതിയിൽ ഒരു സാമാന്യ ബുദ്ധിക്ക് വരുന്ന ഒരു ചോദ്യം പോലും DGCയെ ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ എന്ത് വലിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലെ ഈ ബോധപൂർവം ഗവൺമെന്റും എയർലൈൻസ് കമ്പനികളും കൂടി ഒരുമിച്ച് കളിച്ചിട്ടുള്ള ഒരു നാടകമാണ് അരങ്ങേറിയത്. പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ കവർച്ച ചെയ്യാൻ വേണ്ടി ആസൂത്രിതമായി സംഘടിപ്പിച്ച ഒരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തിനാണ് ഇപ്പോൾ പറഞ്ഞാൽ, ഈ എയർലൈൻസിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ, ഈ ടാറ്റയെ കൊണ്ട് എയർ ഇന്ത്യ ഏറ്റെടുപ്പിച്ചപ്പോൾ എന്താ ചെയ്തെന്നറിയോ? 28,000 കോടി രൂപ 4% പലിശയ്ക്ക് ബാങ്കുകളെ കൊണ്ട് കൊടുപ്പിച്ചു. എന്നുവെച്ചാൽ നമ്മുടെ പണം കൊടുത്ത് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ചുരുക്കത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അന്നെന്താ പറഞ്ഞത്? പ്രൈവറ്റ് എയർലൈൻസുകൾ വന്നു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടും, കസ്റ്റമർ ഈസ് ദ കിങ്. കസ്റ്റമർ കിങ് ആയിട്ടുണ്ടോ? ഒരിക്കലും കിങ് ആയിട്ടില്ല. ഇവരുടെ ഒന്നും യഥാർത്ഥത്തിൽ കണക്കുകൾ, ഇവരുടെ ലാഭ നഷ്ട കണക്കുകൾ ആരും ഓഡിറ്റ് ചെയ്യുന്നില്ല. പബ്ലിക് സ്ക്രൂട്ടനിക്ക് പോലും വരുന്നില്ല. അവർ നൽകുന്ന, അവർ ചെലവ് എഴുതി കാണിച്ചാൽ അത് നഷ്ടമാണെന്ന് പറയും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഒരു തേർഡ് പാർട്ടി ഓഡിറ്റിംഗിലേക്ക് പോലും ഇവർ പോകുന്നില്ല.